മുട്ടയുടെ മഞ്ഞ കഴിക്കരുത്, നട്ട്സുകൾ പാടില്ല, കോക്കനട്ട് ഓയിൽ പാടില്ല, ബട്ടർ പാടില്ല, ചീസ് പാടില്ല, ഗീ പാടില്ല. അതുപോലെ തന്നെ പാല് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാലിൻ്റെ കൊഴുപ്പ് പാടെ നീക്കം ചെയ്ത് കഴിക്കുക. മീറ്റ് ആണെങ്കിലും ലീൻ മീറ്റ് ഉപയോഗിക്കുക. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എണ്ണ നീക്കം ചെയ്തിട്ട് പഴംപൊരിയും വടയും കഴിക്കുന്നൊരു സീൻ പല ഹോട്ടലുകളിലും പോകുമ്പോൾ പല ടേബിളുകളിലും അനാഥമായിട്ട് കിടക്കുന്ന മുട്ടയുടെ മഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചപ്പാത്തി ചുടുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ചപ്പാത്തി, അത് പ്രത്യേകിച്ചിട്ട് ഓയിൽ ഉപയോഗിക്കാൻ പേടിച്ചിട്ട് ഡ്രൈ ആയിട്ട് ചപ്പാത്തി ഉപയോഗിക്കുക. വീടുകളിൽ അടുക്കളയിലാണെങ്കിൽ അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന സമയത്ത് വളരെ പിശുക്കി മാത്രം ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, കാഷ്യൂ നട്ട്സും അതുപോലത്തെ പല നട്ട്സുകളും ഇഷ്ടമാണെങ്കിൽ പോലും പേടിച്ച് 1-2 നട്ട്സ് മാത്രം കഴിക്കുന്ന ആൾക്കാർ. ഭക്ഷണത്തിൽ അധികം കൊഴുപ്പ് പാടില്ല, പ്രത്യേകിച്ചിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പുകൾ. ഒരു ലോ ഫാറ്റ് ഡയറ്റ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഹെൽത്ത് അഡ്വൈസാണ്, ഒരു ഡയറ്ററി അഡ്വൈസാണ്. ഇത്തരമൊരു റെക്കമെൻഡേഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കുക. അതുവഴി ഹൃദ്രോഗം, അതുപോലെ പക്ഷാഘാതം, അമിതവണ്ണം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുക. അതിന് ഭക്ഷണത്തിൽ പൂരിത കൊഴുപ്പുകളുടെ അളവിനെ നന്നായിട്ട് കുറയ്ക്കുക എന്നതിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. വേണമെങ്കിൽ നമുക്കിതിനെ ഗോൾഡൻ സ്റ്റാൻഡേർഡ്സ് ഇൻ ന്യൂട്രീഷൻ എന്ന് പറയാവുന്ന, പ്രത്യേകിച്ചും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇത്തരം റെക്കമെൻഡേഷൻ ഇത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലുള്ള വളരെ ക്രെഡൻഷ്യലായിട്ടുള്ള ഓർഗനൈസേഷൻസ് കൊടുക്കുകയും ഇതിനെ തുടർന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഒഫീഷ്യലായിട്ട് തന്നെ പല ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻസിലായിക്കോട്ടെ, ഡയറ്ററി ടേബിൾസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് പിരമിഡുകളിലൊക്കെ തന്നെ ഈ ഒരു ഭക്ഷണത്തിൽ കൊഴുപ്പ് കുറഞ്ഞിരിക്കണം എന്നുള്ള ഒരു ശക്തമായ ഒരു പ്രചരണം ഉണ്ടായി. അങ്ങനെ നമുക്കൊക്കെ തന്നെ ഒരു ഫാറ്റ് ഫോബിയ ഉണ്ടായി എന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ സത്യം ഇതാണ്, എവിഡൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡീസും പറയുന്നത് പൂരിത കൊഴുപ്പുകൾ, പ്രത്യേകിച്ചിട്ടും മൃഗക്കൊഴുപ്പുകളായിട്ടുള്ള ബട്ടർ ആയിക്കോട്ടെ, ഗീ ആയിക്കോട്ടെ, ചീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മീറ്റ് ആയിക്കോട്ടെ, എഗ്ഗ് ആയിക്കോട്ടെ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തേങ്ങയോ തുടങ്ങിയിട്ടുള്ള എല്ലാ പൂരിത കൊഴുപ്പുകളും നമ്മളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് എന്ന് മാത്രമല്ല, ഹൃദ്രോഗമോ പക്ഷാഘാതമോ അല്ലെങ്കിൽ പ്രമേഹമോ ക്യാൻസറോ അമിതവണ്ണമോ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ കാര്യത്തിൽ നമ്മളെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ ആരോ ബോധപൂർവം നമ്മളെ വഴിതെറ്റിക്കുകയായിരുന്നു. ഇത് ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കൊഴുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള, ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ചരിത്രം, ഇതിൻ്റെ സത്യം, ഇതിൻ്റെ ശാസ്ത്രം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ രാഷ്ട്രീയവും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ തിരിച്ചറിവ് നമ്മളുടെയൊക്കെ തന്നെ ആരോഗ്യത്തിലും നമ്മുടെയൊക്കെ തന്നെ ഭക്ഷണക്രമത്തിലും വമ്പിച്ച അല്ലെങ്കിൽ വളരെ ഒരു മേജറായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നമ്മളൊന്ന് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1950-ഉം 60-ഉം വരെയൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ പാചകത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ ഒരു റോളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് തേങ്ങയായിരുന്നു, പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമായിരുന്നു, അതുപോലെ നമ്മൾ മിൽക്ക് ഫാറ്റ് ആയിട്ടുള്ള നമ്മൾ ബട്ടർ ഉപയോഗിക്കും, ഗീ ഉപയോഗിക്കും, അതുപോലെ തന്നെ ചീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് കടുകെണ്ണ ആയിരിക്കാം, എള്ളെണ്ണ ആയിരിക്കാം. എവിടെ നിന്നാണ് ഇത്ര പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചത്? സംഭവം നടക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ 1950-കളിൽ ഹൃദ്രോഗം മൂലം വളരെയധികം ആൾക്കാർ മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ശരിക്കൊരു ഹാർട്ട് ഡിസീസ് പാൻഡമിക് തന്നെ ഉണ്ടായി. അതൊരു വളരെ വലിയ പാനിക്കായിരുന്നു സൊസൈറ്റിയിൽ. ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഹൃദ്രോഗം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇങ്ങനത്തെ ഒരു രോഗം ഉണ്ടാവാൻ കാരണം? അന്നത്തെ കാലത്ത് അത് കൂടുതലും ചിന്തിച്ചത് ഒരു പക്ഷേ ഇതൊരു ജനറ്റിക് ആസ്പെക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഡെഫിഷ്യൻസി കൊണ്ടാണോ, പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ? ഈ സമയത്ത് ഈ ചോദ്യത്തിന് വളരെ ലോജിക്കലായിട്ടുള്ള, വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഉത്തരം യൂണിവേഴ്സിറ്റി ഓഫ് മിനിസോട്ടയിലെ ഫിസിയോളജിയിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ആൻസൽ ബെഞ്ചമിൻ കീസ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ വളരെ സിമ്പിളായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുകയും ഈ കൊഴുപ്പ് നമ്മുടെ രക്തത്തിലും ഹൃദയധമനികളിലും അല്ലെങ്കിൽ രക്തധമനികളിലൊക്കെ തന്നെ കൊളസ്ട്രോളിന് കൂടുന്നതിന് കാരണമാവുകയും അങ്ങനെയാണ് ഈ ഹൃദ്രോഗവും പക്ഷാഘാതവും ഉണ്ടാകുന്നത് എന്ന് ഒരുപക്ഷെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് കൺവിൻസിങ്. ഇതിന് വലിയൊരു പ്രചാരം ഉണ്ടായി.
ഇതിനെ വിളിക്കുന്നത് ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തസിസ് എന്നാണ്. ഇതൊരു സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ ഇതൊരു കണ്ടെത്തലായിരുന്നു. ഇതിൻ്റെ ചൂട് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സൊല്യൂഷൻ തന്നെ വളരെ ലളിതമായിരുന്നു. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ, പ്രത്യേകിച്ചിട്ടും പൂരിത കൊഴുപ്പുകളുടെ അളവ് കുറയ്ക്കുക. അങ്ങനെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഹൃദ്രോഗവും പക്ഷാഘാതവും കുറയ്ക്കാൻ സാധിക്കും. അമിതവണ്ണവും കുറയ്ക്കാൻ സാധിക്കും. ഇതായിരുന്നു. ഈവൻ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹെൽത്ത് അവർ ഫണ്ട് ചെയ്ത വളരെ മേജറായിട്ടുള്ളൊരു സ്റ്റഡി നടക്കുകയുണ്ടായി. 7 കൺട്രി സ്റ്റഡി എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടത്. 7 രാജ്യങ്ങളിൽ നിരവധി ആൾക്കാരെ പഠനവിധേയമാക്കിക്കൊണ്ട് ഡോക്ടർ ആൻസൽ ബെഞ്ചമിൻ കീസാണ് ആക്ച്വലി സ്റ്റഡിക്ക് നേതൃത്വം കൊടുത്തത്. ഒരുപക്ഷെ ന്യൂട്രീഷൻ ഫീൽഡിലെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു എപ്പിഡമോളജിക്കൽ സ്റ്റഡിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു സാമൂഹിക പഠനമാണ്, ഒരു പോപ്പുലേഷൻ സ്റ്റഡിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേര് തന്നെ ഉണ്ടായി, മിസ്റ്റർ കൊളസ്ട്രോൾ എന്നാണ് ആക്ച്വലി ബെഞ്ചമിൻ കീസിനെ പിന്നെ അറിയപ്പെട്ടത്. ഈ ഒരു പഠനത്തിൽ നിന്നാണ് ഒരു പക്ഷേ ലോകത്തിൻ്റെ ആൾക്കാരുടെ ഭക്ഷണക്രമത്തിലും പ്രത്യേകിച്ചിട്ട് കൊഴുപ്പിൻ്റെ കാര്യത്തിൽ ഇത്രയുമധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു നിർദ്ദേശം ഉണ്ടായി വന്നത്. ഇതിന് സമാന്തരമായിട്ട് പറയേണ്ട മറ്റൊരു കഥയുടെ ഉണ്ട്. അത് വെജിറ്റബിൾ ഓയിൽസിൻ്റെ സ്റ്റോറിയാണ്, സസ്യ എണ്ണകളുടെ കഥയാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ലൂബ്രിക്കൻ്റായിട്ട് ആദ്യകാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തിമിംഗലത്തിൻ്റെ വെയിൽ ഫാറ്റായിരുന്നു. പക്ഷേ എൻവയറമെൻ്റൽ ഇഷ്യൂസ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതായി. ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആദ്യം മാർക്കറ്റിൽ വന്ന ഒന്നാണ് കോട്ടൺ സീഡ് ഓയിൽ, അതായത് പരുത്തിക്കുരുവിൽ നിന്ന് നിൽക്കുന്ന എണ്ണ. ഇത് പൊതുവെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അൺസ്റ്റേബിളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് കൂടുതലും അപൂരിത കൊഴുപ്പുകളാണ്, ഒമേഗ 6 പോലുള്ള കൊഴുപ്പുകളാണ്, പെട്ടെന്ന് ഡീനേച്ചേർഡ് ആവും. പക്ഷേ ഇതിൻ്റെ വളരെ ഗ്രീസി ആയിട്ടുള്ളൊരു നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ സ്യൂട്ടബിളായിരുന്നു. ആ സമയത്ത് ഒരു ജർമ്മൻ കെമിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് വില്യം നോർമൻ എന്നാണ്. അദ്ദേഹം ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞൊരു സാങ്കേതികവിദ്യ, അത് നൊബേൽ പ്രൈസ് കിട്ടിയൊരു സാങ്കേതികവിദ്യയാണ്. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ദ്രാവക രൂപത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസിനെ കൺവേർട്ട് ചെയ്ത് ഒരു സെമി സോളിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു ഹാർഡ് ആൻഡ് ഫാറ്റഡ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. പ്രധാനമായിട്ടും ഈ സാങ്കേതികവിദ്യ ആദ്യം ഉപയോഗിച്ചത് സോപ്പ് നിർമ്മാണത്തിനായിരുന്നു. പക്ഷേ പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന കമ്പനി ഇതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കോട്ടൺ സീഡിൽ നിന്ന് ഭക്ഷ്യയോഗ്യം എന്ന് ശുപാർശയിൽ വരുന്നൊരു പ്രോഡക്റ്റ് വിപണിയിൽ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ക്രിസ്കോ. അതിൻ്റെ ഫുൾ നെയിം തന്നെ ക്രിസ്റ്റലൈസ്ഡ് കോട്ടൺ സീഡ് ഓയിൽ എന്നായിരുന്നു. ഇത് നമ്മളിവിടെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ബട്ടറും ഗീയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ യൂറോപ്പിൽ കൂടുതലും കൊഴുപ്പായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും കൊഴുപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബട്ടർ ഉപയോഗിക്കുമായിരുന്നു, ബീഫിൽ നിന്നെടുക്കുന്ന ഫാറ്റ്, അതുപോലെ തന്നെ ടാലോ, ലാഡ്, ഇതൊക്കെയായിരുന്നു കൂടുതലും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആക്ച്വലി അവിടെ പ്രസൻറ്റ് ചെയ്തത് ക്രിസ്കോ ആയിരുന്നു. ഇതിനുവേണ്ടി ശക്തമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് വേർഡ് തന്നെ അവർ കോയിൻ ചെയ്തു, ഗിവ് അപ്പ് ലാഡ് ആൻഡ് യൂസ് ക്രിസ്കോ എന്നുള്ള രീതിയിൽ. ഇതേ പാത പിന്തുടർന്ന് മറ്റ് പല കമ്പനികളും ഇതുപോലത്തെ സെമി സോളിഡ് ആയിട്ടുള്ള ഹാർഡ് ആൻഡ് ഫാറ്റുകൾ കൊണ്ടുവന്നു, വെജിറ്റബിൾ എക്സ്ട്രാക്ട്സ് എന്ന്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സോയാബീൻ ഉപയോഗിച്ചു, സൺഫ്ലവർ ഉപയോഗിച്ചു, കോൺസീഡ് ഉപയോഗിച്ചു, കനോല ഉപയോഗിച്ചു. കൂടാതെ ഇതിന് മാർക്കറ്റിങ്ങിന് വേണ്ടി വീണ്ടും ഒരു 17 സ്റ്റെപ്പ് ബ്രൂട്ടലായിട്ടുള്ളൊരു പ്രോസസ്സിൽ കൂടി ഇതിനെ കുറച്ചുകൂടി പ്രസൻറ്റബിൾ ആയിട്ടുള്ള മറ്റ് പ്രോഡക്ട്സുകൾ, പ്രത്യേകിച്ച് ലിക്വിഡ് ഫോർമാറ്റിൽ തന്നെ വീണ്ടും കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരുപാട് പ്രോസസ്സിങ് ഉപയോഗിച്ചു, പ്രത്യേകിച്ചിട്ടും സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ, അതുപോലെ ഡിയോഡറൈസേഷൻ, ബ്ലീച്ചിങ്, വിൻറ്ററൈസേഷൻ, അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള കളറുകൾ, ഫ്ലേവറുകൾ, വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ സീഡുകളിൽ നിന്ന് എടുക്കുന്ന ഉൽപ്പന്നവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രോസസ്ഡ് പ്രോഡക്റ്റുകൾ വിപണിയിലെത്തി. ഇത്തരത്തിലുള്ളൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു വെജിറ്റബിൾ ഓയിൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായി. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും, ഇന്ത്യയിൽ 1960കളിലും 70കളിലും വളരെ സജീവമായ ഒന്നാണ് ഡാൽഡ. അത് ഇതുപോലെ തന്നെ ഹാർഡ് ആൻഡ് വെജിറ്റബിൾ ഓയിലാണ്. ഈ ഡാൽഡ കൊണ്ടുവന്നത് ലിവർ ബ്രദേഴ്സാണ്. ലിവർ ബ്രദേഴ്സിൻ്റെ എല്ലാണ് ഡാൽഡയുടെ എൽ. അപ്പോൾ ഇതൊരു ഗീയെ മിമിക് ചെയ്യുന്ന, അല്ലെങ്കിൽ കാരണം അന്ന് താരതമ്യേന കുറച്ച് വില കൂടുതലുള്ള നെയ്യിനെ മിമിക് ചെയ്യുന്നൊരു പ്രോഡക്റ്റായിട്ടായിരുന്നു ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. ഞാനിപ്പോൾ 2 ഇവൻറ്റുകളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഒന്ന് ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തസിസ്, ഡോക്ടർ ആൻസൽ ബെഞ്ചമിൻ കീസിൻ്റെ. 2 വെജിറ്റബിൾ ഓയിൽസിൻ്റെ വിപണി. ഇനി നമ്മൾ കാണുന്നത് ഈ 2 ഇവൻറ്റുകളുടെയും ഒരു വിവാദപരമായിട്ടുള്ള സംയോജനമാണ്. 1961 ഈ ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പൂരിത കൊഴുപ്പുകൾ, പ്രത്യേകിച്ച് മൃഗക്കൊഴുപ്പുകളെ ഒഴിവാക്കണമെന്നുള്ളൊരു ശക്തമായ ഒരു ഡയറ്ററി ഗൈഡ് ലൈൻ അവർ റെക്കമെൻഡ് ചെയ്തു. മാത്രമല്ല
പ്രോക്ടർ ആൻഡ് ഗാംബിൾ പോലുള്ള കമ്പനികൾ ഇതിനെ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ബാക്കപ്പ് ചെയ്തു. ഇത് പിന്നീട് ഒരുപാട് വിവാദങ്ങൾക്കും ഒത്തിരി കോൺട്രവേഴ്സീസും ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു റെക്കമെൻഡേഷൻ അതിന് വളരെ വലിയൊരു സ്നോ ബാൾ ഇഫക്റ്റ് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതിനെ തുടർന്ന് ലോകമെമ്പാടും പല ഓർഗനൈസേഷൻസ് ലൈക്ക് FDA, അതുപോലെ തന്നെ USDA, അതുപോലെ ന്യൂട്രീഷൻ ബോർഡുകൾ, ഫുഡ് പിരമിഡുകൾ, അതുപോലെ തന്നെ ഡയറ്ററി ഗൈഡ് ലൈൻസുകൾ, അതുപോലെ ഫുഡ് പ്ലേറ്റുകൾ, എന്തിന് മിലിറ്ററികളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ ഓർഗനൈസേഷൻസിന് ഡയറ്റുകൾ തയ്യാറാക്കുന്നതിൽ വരെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു. നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരുപക്ഷെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന 40കളും 50 വയസ്സുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും, ഇന്ത്യയിൽ ഇതിന് സമാനമായിട്ടുള്ള വലിയൊരു മാറ്റം വിപണിയിലുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡാൽഡ, അതുപോലെ വനസ്പതി, പോസ്റ്റ്മാൻ തുടങ്ങിയിട്ടുള്ള ഹാർഡൻഡ് ആയിട്ടുള്ളതും ലിക്വിഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ്, അതുപോലെ തന്നെ പല ബ്രാൻഡുകളിലുള്ള സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, ഇതൊക്കെ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് വളരെയധികം ഇതിന് സാധ്യത ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഇത് വളരെ ചീപ്പായിരുന്നു. പൊതുവേ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് സൂക്ഷിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ഈ രീതിയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടി. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് കേടാകില്ല എന്നുള്ളൊരു വലിയൊരു സൗകര്യമുണ്ട്. ഇതിന് വലിയ പോപ്പുലാരിറ്റി ഉണ്ടായി. സംഭവിച്ചെന്താണ്, 1970കളിലും 80കളിലും കംപ്ലീറ്റ് ഫുഡ് ഇൻഡസ്ട്രി വെജിറ്റബിൾ ഓയിൽസിലോട്ട് മാറി. ഇത് ഉപയോഗിച്ചത് പാർഷ്യലി ഹൈഡ്രജനേറ്റഡ് ഓയിൽസാണ്. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിനെ ഹൈഡ്രജനേറ്റ് ചെയ്ത് അതിനെ കുറച്ചൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഓയിലാക്കി മാറ്റി. ഇതിനെ വിളിക്കുന്നത് ട്രാൻസ് ഫാറ്റ് എന്നാണ്. കംപ്ലീറ്റ് ഫുഡ് ഇൻഡസ്ട്രി അതിലോട്ട് മാറിയുണ്ട്. ഈവൻ ബേക്കറികളായിക്കോട്ടെ, കൺഫെക്ഷണറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, എല്ലാവരും ഇത്തരം ഒരു ഓയിലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ വീട്ടിലേക്ക് ഡാൽഡയുടെയും പോസ്റ്റ്മാൻ്റെയൊക്കെ തന്നെ പ്രോഡക്റ്റുകൾ വരുന്നത് വലിയൊരു അഭിമാനമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അതൊരു മോഡേണൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ മാറി. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് അഡ്വൈസസ്, അതായത് 1960കൾ 70കൾക്ക് ശേഷം പൂരിത കൊഴുപ്പുകളുടെ ഉപയോഗം കുത്തനെ കുറയാൻ തുടങ്ങി എല്ലാ രാജ്യങ്ങളിലും. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് മറ്റൊന്നായിരുന്നു. കാരണം ഹൃദ്രോഗത്തിൻ്റെയും പക്ഷാഘാതത്തിൻ്റെയും അതുപോലെ തന്നെ അമിതവണ്ണത്തിൻ്റെയും തോത് വളരെയധികം കൂടാൻ തുടങ്ങി. എവിടെയോ എന്തോ കുഴപ്പമുണ്ട് എന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങി. എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. ഇവിടെ നിന്നാണ് ആക്ച്വലി ഇത്തരമൊരു ശാസ്ത്രീയ അല്ലെങ്കിൽ ഇത്തരമൊരു റെക്കമെൻഡേഷൻ, ആൻസൽ ബെഞ്ചമിൻ കീസിൻ്റെ ഈ ഒരു പോപ്പുലേഷൻ സ്റ്റഡി, അല്ലെങ്കിൽ ഇതൊരു അനുമാനമായിരുന്നു. അതിനകത്തൊരു കുറച്ച് കോറിലേഷൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ എത്രത്തോളം സയൻസ് ഉണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തസിസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഒരു ലോ ഫാറ്റ് ഡയറ്റ് റെക്കമെൻഡേഷനെ കുറിച്ചും ഡോക്ടർ ആൻസൽ ബെഞ്ചമിൻ കീസിൻ്റെ ടീമിൽ വരുന്ന ആൾക്കാർ പോലും തുടക്കം മുതലേ പല സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭക്ഷണത്തിൽ ഒമേഗ-6 വളരെ ഉയർന്ന അളവിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ ഓയിൽസിൽ കൂടെ കിട്ടുന്ന ട്രാൻസ് ഫാറ്റ് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ തന്നെ കണ്ടെത്തൽ. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് പഠനങ്ങളാണ്. ഇത് അവർ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഈ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും വരുന്നത് പ്രകൃതിയുമായിട്ട് ഒരു സാമ്യമില്ലാത്ത ചേരുവകളാണ്. ഇന്ന് ആക്ച്വലി ഫങ്ഷണൽ മെഡിസിനിൽ ഒരു സേയിങ് തന്നെയുണ്ട്, ഇഫ് നേച്ചർ മേഡ് ഇറ്റ് ഈറ്റ് ഇറ്റ്, ഇഫ് മാൻ മേഡ് ഇറ്റ് ലീവ് ഇറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ വെജിറ്റബിൾ ഓയിൽസിൽ കൂടെയും അതുപോലെ തന്നെ ഹാർഡൻഡ് വെജിറ്റബിൾ ഓയിൽസിൽ കൂടെയും നമുക്ക് കിട്ടുന്ന പല ചേരുവകളും നമ്മളുടെ ജീൻസിനെ ഐഡൻറ്റിഫൈ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തസിസ് അത് ബേസിക്കലി ഒരു എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡിയാണ്, ഒരു പോപ്പുലേഷൻ സ്റ്റഡിയാണ്. ഇന്ന് ഒരു സയൻറ്റിഫിക് അഡ്വൈസിനെ ഏറ്റവും കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു കോൺസെപ്റ്റാണ് എവിഡൻസ് പിരമിഡ് എന്ന് പറയും. ശാസ്ത്രീയപരമായി ഏറ്റവും സൂക്ഷ്മമായി ഉപയോഗിക്കുന്നത് എവിഡൻസ് പിരമിഡുകളാണ്. ഈ എവിഡൻസ് പിരമിഡുകളിൽ പോപ്പുലേഷൻ സ്റ്റഡീസിന് ആക്യുറസി വളരെ വളരെ കുറവാണ്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന പല ടൂൾസും വളരെ ക്രൂഡാണ്, പ്രിമിറ്റീവാണ്, അൺസയൻറ്റിഫിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ റിലയബിലിറ്റി വളരെ കുറവാണ്. കൂടുതലും കോറിലേഷനുകളാണ്.
പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടത് കോറിലേഷൻ അല്ല വേണ്ടത്, കോസ് ഇഫക്റ്റ്. ആക്ച്വലി ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇന്ന് കോൺട്രിബ്യൂട്ട്, ആക്ച്വലി ആ ടേം തന്നെ ഡിസൈൻ ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രൊഫസറായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റാൻഫോർഡിലെ ജോൺ യാനോഡിസ്, അതുപോലെ തന്നെ മാക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഗോർഡൻ ഹെൻറി. അത്തരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്ന ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തിസിസ് ഒട്ടും റിലയബിൾ അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. നമ്മൾ ഇന്ന് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് റാൻഡമൈസ്ഡ് കൺട്രോൾഡ് സ്റ്റഡീസ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള പഠനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കൂടുതലും സയൻറ്റിഫിക് പ്രപ്പോസൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഡോക്ടർ ജോർജ് വി മാൻ അദ്ദേഹം ഈ പറയുന്ന ലോ ഫാറ്റ് ഡയറ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് സ്കാം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ എന്നാണ് പറയുന്നത്. കൊഴുപ്പിനെക്കുറിച്ച് ഞാൻ ഈ സംസാരിച്ച സങ്കീർണമായ സയൻസിനെക്കുറിച്ചും അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം, അതിൻ്റെ പുറകിലുള്ള ബിസിനസ്, അതുപോലെ ഫുഡ് കമ്പനികളുടെ ഇടപെടൽ, ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ബുക്കാണ്. ആ ബുക്ക് എഴുതിയത് ഒരു ഡോക്ടറല്ല, ഒരു ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഒരു ഹെൽത്ത് എക്സ്പെർട്ട് അല്ല. ഷീ ഈസ് എ ജേർണലിസ്റ്റ്, നീന ടേഷോൾസ്. അവരുടെ ബുക്കിൻ്റെ ടൈറ്റിൽ ദ ബിഗ് ഫാറ്റ് സർപ്രൈസ് എന്നാണ്. ട്രാൻസ് ഫാറ്റിൻ്റെ അനാരോഗ്യകരമായ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ നീന ആക്ച്വലി ഇപ്പം നമ്മൾ ഈ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആ ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. 2010 ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായി. അതായത് ഭക്ഷണത്തിൽ പൂരിത കൊഴുപ്പുകൾ കുറയ്ക്കുന്നത് അത്ര നല്ലതല്ല എന്നും അതൊരു ബാഡ് ഡയറ്ററി ഒരു ഐഡിയ ആണെന്നും എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അതുപോലെ മറ്റ് സംഘടനകൾ റെക്കമെൻഡ് ചെയ്യാൻ പറയും. എന്തിന് 2015 FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള കൊഴുപ്പുകൾ ട്രാൻസ് ഫാറ്റ് ഉപയോഗിക്കുന്നതിനെ പൂർണ്ണമായിട്ടും നിരോധിക്കുക കൂടെ ചെയ്തു. ബൈ 2023 മുതൽ ഭക്ഷണത്തിൽ ട്രാൻസ് ഫാറ്റ് പാടില്ല എന്നുള്ളൊരു ഗ്ലോബൽ റെക്കമെൻഡേഷനോട്ട് FDA എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലോട്ടും ആരോഗ്യത്തിലോട്ടും തിരിച്ചു വരാം. സൺഫ്ലവർ സീഡ്, ജിഞ്ചിലി സീഡ്, മസ്റ്റാർഡ് സീഡ്, അതുപോലെ തന്നെ കോട്ടൺ സീഡ്, ഗ്രൗണ്ട് നട്ട്, ഇതൊക്കെ തന്നെ കുരുകളാണ്, സീഡ്സാണ്. ഇതിലൊക്കെ തന്നെ ഉള്ളത് omega-6 പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അതായത് അപൂരിത കൊഴുപ്പുകളായിട്ടുള്ള omega-6 ആണുള്ളത്. പരിമിതമായ അളവിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ആവശ്യമാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം അതൊരു നാച്ചുറൽ ഫോമിലാണ്. പക്ഷേ അതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഓയിലുകൾ, അവിടെയാണ് omega-6 പോലെയുള്ള കൊഴുപ്പുകൾ വളരെ അൺസ്റ്റേബിളും അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസുമാകുന്നത്. കാരണം ഇതിനെ സ്റ്റേബിളാക്കാൻ വേണ്ടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനെ സ്റ്റേബിളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു 17 സ്റ്റെപ്പ് പ്രോസസ്സ്, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല ഘടകങ്ങൾ കൊണ്ട് കടന്നു പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഒരു ഹെൽത്തിനൊരു ത്രെട്ടായിട്ട് മാറും. മറ്റൊന്ന്, ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന സ്മോക്കിംഗ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അതിന് വീണ്ടും രൂപാന്തരം സംഭവിക്കുകയാണ്. വളരെ പെട്ടെന്ന് അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറും. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളും, പ്രത്യേകിച്ചിട്ട് നമ്മളുടെ ഈ പല കോംപ്ലെക്സ് ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിക്കോട്ടെ, ടൈപ്പ് 2 ഡയബറ്റീസ് ആയിക്കോട്ടെ, ഒബേസിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. ഉയർന്ന അളവിലുള്ള ട്രാൻസ് ഫാറ്റുകളും അതുപോലെ തന്നെ omega-6 ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതിൽ കൂടെ നമ്മളുടെ HDLൻ്റെ അളവ് കുറയുന്നു, അതുപോലെ LDLൻ്റെ അളവ് കൂടുന്നു, തുടർന്ന് ഒബേസിറ്റി അതുപോലെ മറ്റ് പല രോഗങ്ങളോട് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പകരം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലും ആരോഗ്യത്തിലും ഉൾപ്പെടുത്താൻ പറ്റുന്നത് യാതൊരു സംശയം വേണ്ട സ്റ്റേബിളായിട്ടുള്ള, അതായത് അന്തരീക്ഷത്തിൽ വളരെയധികം സ്റ്റേബിളായിട്ടിരിക്കുന്ന തരത്തിലുള്ള കൊഴുപ്പുകൾ തന്നെയാണ്. ഐഡിയലി നമുക്ക് പാൽ കൊഴുപ്പുകളായിട്ടുള്ള ബട്ടർ ഉപയോഗിക്കാം, ഗീ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചീസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് മുട്ടയിലുള്ള ഫാറ്റ് വളരെ നല്ലതാണ്. അതുപോലെ മത്സ്യങ്ങളിൽ, മാംസത്തിൽ, നട്ട്സിലൊക്കെ തന്നെ ഫാറ്റുകൾ വളരെ സ്റ്റേബിളാണ്, നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കും. ഒരു കാലത്ത് സായിപ്പ് കളിയാക്കി വിളിച്ചിരുന്നൊരു ഫാറ്റാണ് അല്ലെങ്കിൽ ഓയിലാണ് കോക്കനട്ട് ഓയിൽ. അതിനെ വിളിച്ചിരുന്ന ട്രീ ഓയിൽ എന്നാണ്. ഇന്നൊരു പക്ഷേ പാചക മേഖലയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്, പ്രത്യേകിച്ചിട്ടും അൺഫിൽറ്റേഡ് ആയിട്ടുള്ള കോക്കനട്ട്, അധികം പ്രോസസ്സ് ചെയ്യാത്ത കോക്കനട്ട് ഓയിൽ. കാരണം എന്താണ്? അതിനകത്ത് അപൂർവമായ രീതിയിൽ എണ്ണകളിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കാണുന്ന ഒന്ന് കോക്കനട്ട് ഓയിലാണ്.
സോ ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ. മാത്രമല്ല അത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവുന്നില്ല, അൺസ്റ്റേബിൾ ആവുന്നില്ല. അതുകൊണ്ട് പാചകത്തിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല എണ്ണകളിലൊന്ന് നമ്മുടെ ഭാഗ്യം കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോക്കനട്ട് ഓയിലിൻ്റെയും ഗീയുടെയും സ്മോക്കിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആണ്. അതെൻ്റെ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പലപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, ചിലർ ചോദിക്കാറുണ്ട് ഫിഷ് ഫ്രൈ ചെയ്യാമോ, ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഫ്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ചിക്കൻ ഫ്രൈ വാങ്ങുന്നത് ഇരിക്കട്ടെ, പക്ഷേ അവിടെ എന്ത് എണ്ണയാണ് ഉപയോഗിച്ചത് നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. മേ ബി കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ പോലും ചിലപ്പോൾ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പക്ഷേ ചിക്കൻ ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതും പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്രയും സംസാരിച്ചതിൽ നിന്ന് കൊഴുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരുപാട് കാര്യങ്ങളുള്ള ഭയം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് മേലാൽ ഇനി ലോ ഫാറ്റ് എന്ന് പറഞ്ഞു പോകരുത്. ലെറ്റ് us ടേക്ക് എ യു ടേൺ ഓൺ ഫാറ്റ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് മോഡറേറ്റ് ആയിട്ട് ഡയറ്റിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കൊഴുപ്പിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ്, ഹാർട്ട് ഫങ്ഷൻസ്, അതുപോലെ തന്നെ സെല്ലുലാർ ഫങ്ഷൻസ്, ആസ് എ സോഴ്സ് ഓഫ് എനർജി, ഹോർമോൺസിൻ്റെ സോഴ്സായിട്ട് ഗുഡ് ഫാറ്റ് ആവശ്യമാണ്. ഫാറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസിനെ കുറിച്ചും ഞങ്ങളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്ന് നമ്മൾ കൊഴുപ്പിനെ പേടിച്ച് മാറ്റി അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊളസ്ട്രോൾ ആണല്ലോ. ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് കൊളസ്ട്രോൾ ഒരു ഏരിയ ഓഫ് കൺസേൺ പോലെയല്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നത്തെ അമിതവണ്ണവും പ്രമേഹവും രക്തസമ്മർദ്ദവും തുടങ്ങിയിട്ടുള്ള പല മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫാക്ടർ കൊഴുപ്പല്ല, മറിച്ച് ഭക്ഷണത്തിലുള്ള അമിതമായ അന്നജമാണ്. അവിടെയാണ് നമുക്കൊരു വലിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്.